സ്റ്റാർ ആവുക എളുപ്പമല്ല. ഞാൻ 1.5 CR ശമ്പളമാക്കിയെന്ന് അത് കേട്ടപ്പം ഞാൻ ഞെട്ടി. പക്ഷെ ഒരു സന്തോഷം തോന്നി. അങ്ങനെ ചില ആൾക്കാർ എന്നെ വാല്യൂ ചെയ്തോട്ടുണ്ട്. പിന്നെ ആ ഒരു 50 കോടിയിൽ ഒരു പടം കാണുള്ളൂ. ബാക്കി പടങ്ങൾക്ക് പ്രൊഡ്യൂസറെ കിട്ടൂല. സൈജു ഇരുത്തിക്കൊണ്ട് പറയുകയാണെങ്കിലും സൈജുവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജോജുവിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാതിരിക്കാനും നോക്കില്ല. ഞാൻ കടം മേടിക്കില്ല, ഞാനും ചെയ്യത്തില്ല, കടം കൊടുക്കുകയില്ല. നല്ല കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അതോടുകൂടി നിർത്തിയത്. ഈ 6 ദിവസത്തിൽ ഞാൻ 19 കഥകൾ കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം 6 കഥ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം 7ാമത്തെ കഥയിലേക്ക് ഞാൻ കടക്കുമ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ മനസ്സിലും ഞാനും അവർക്കൊപ്പമാണ് അന്ന് തൊട്ടേ. പക്ഷെ ഒപ്പമല്ല എന്നുള്ളത് തിരിച്ചറിയാൻ കുറെ കാലം എടുത്തു എന്നുള്ളതാണ്. നമുക്കന്ന് അറിയത്തില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നു. അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കെന്താണ് അവസരം കിട്ടാത്തതെന്നുള്ള പ്രയാസമാണ്. അവർ ഓടിയതിലല്ല, അവർ മുന്നിൽ കയറി പോയതിലോ അവർ സക്സസ്ഫുൾ ആയതിലോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നു, എനിക്കെന്തുകൊണ്ട് അവസരം കിട്ടുന്നില്ല. എൻ്റെ മമ്മിയൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ്, നീ സൂര്യൻ്റെ കൂടെ ഇത്രയും കാലം നടന്നിട്ട് നിനക്ക് ഒരു വേഷം അതിനകത്ത് ഇല്ല. കൂട്ടുകാരനല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയെ എനിക്ക് പറ്റിയ വേഷം വേണ്ട അതിനകത്ത്. വൈറ്റില് ബിൽ ബോർഡില് എൻ്റെ ഒരു ഫോട്ടോ ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നു പറഞ്ഞു. ആ സമയത്ത് സപ്പോർട്ടിംഗ് റോൾ ചെയ്ത്, പക്ഷെ വലിയ ആക്ടേഴ്സാണ്, അവരുടെ വലിയ തലയും. പക്ഷേ പ്രൊട്ടാഗനിസ്റ്റായിട്ട് അഭിനയിച്ച ഞാനും എൻ്റെ ഹീറോയിനും ഞങ്ങളുടെ ഫുൾ ഫിഗറാണ്, പക്ഷേ താഴെ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ വലിയ തലകൾ ഞങ്ങളിങ്ങനെ നിൽപ്പുണ്ട്. അതായത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, വണ്ടി പാസ് ചെയ്യുന്ന ആൾക്കാർ ഇവരെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, ഇവിടെ ആരെ നിൽക്കണമെന്നുള്ളത് അവർ കാണൂല. അപ്പം അത് എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ പോട്ടെ, എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചില്ല. എൻ്റെ ആദ്യമായിട്ട് എൻ്റെ തല വരുന്ന ബിൽ ബോർഡ് ഏവറേജ് ആയിരിക്കുന്നത് ഒരു ക്രൈം ആണെന്നൊക്കെ പറഞ്ഞും കേട്ടും ഒക്കെ ശീലിച്ച ഒരു ബാല്യവും കൗമാരവും ഒക്കെയാണ് നമ്മുടെ ജനറേഷൻ്റെത്. അവിടെ ആവറേജ് ആയിരുന്നാലും കോലാഹലങ്ങൾക്കിടയിൽ സമാധാനം ആഗ്രഹിച്ചാലും ഒക്കെ വിജയിക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് സൈജു കുറുപ്പ്. വലിയ വിജയങ്ങൾക്ക് ശേഷം സൈജു കുറുപ്പ് 2.0 ആണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അദ്ദേഹം ലോക്ക് എന്ന പടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നു. കൂടെ സംവിധായകൻ എം നിഷാദ്, സിനിമയിൽ അഭിനയിച്ച പ്രശാന്ത് അലക്സാണ്ടർ എന്നിവരൊക്കെ ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. എത്രമാത്രം വിലമതിപ്പ് കൂടിയിട്ടുണ്ട് 2.0 വേർഷന്? അതറിയില്ല, ഇപ്പോഴും ചോദിക്കുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. ടു ബി വെരി ഓപ്പൺ, ഞാൻ മേടിച്ചോണ്ടിരുന്ന സാലറിന്ന് ഡബിൾ പോലും ഞാൻ ആക്കിയിട്ടില്ല. പക്ഷേ എന്നോട് 1-2 പേര് പറഞ്ഞിങ്ങനെ ആരൊക്കെയോ ഇങ്ങനെ പറയുന്ന കേട്ടെന്ന്, എന്നാൽ അശ്രീരി എന്നല്ലേ അങ്ങനെ ഒരു അശ്രീരി കേട്ടെന്ന്. ഞാൻ 1.5 CR ശമ്പളമാക്കിയെന്ന് അത് കേട്ടപ്പം ഞാൻ ഞെട്ടി. പക്ഷെ ഒരു സന്തോഷം തോന്നി. അങ്ങനെ ചില ആൾക്കാർ എന്നെ വാല്യൂ ചെയ്തോട്ടുണ്ട്. കിട്ടുന്നില്ല, ഭാവനാലോകത്തെങ്കിലും നമുക്കൊരു മതിപ്പുണ്ടല്ലോ. അപ്പൊ അത് പക്ഷെ അത്രയൊന്നും ഇല്ല കേട്ടോ, വളരെ കുറവാണ്. ദുരന്തറിന് ശേഷം രൺവീർ സിംഗ് സാലറി കൂട്ടി, അതിനുശേഷം ഡോൺ 3 അഭിനയിക്കുന്നില്ല എന്നുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ വന്നു. അത് വലിയ വിവാദമായിരുന്നു. അതുപോലെ അക്ഷയ് ഖന്ന ദുരന്തറിന് ശേഷം ദൃശ്യം 3യുടെ ഭാഗമാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും ഈ പറഞ്ഞ സാലറി ആയിരുന്നു പ്രശ്നം എന്നൊക്കെ. ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. അപ്പൊ ആ രീതിയിൽ കൂട്ടിക്കൂടെ, അത് കുറച്ച് ഭയങ്കരമായിട്ടും കൂട്ടിക്കൂടെ? എന്റെ അറിവിൽ ഇപ്പൊ ഇത് പറയാൻ കാരണം, ഇപ്പൊ നായക നടനായിട്ട് അഭിനയിക്കുന്ന ഒരു 10 നായകന്മാരെങ്കിലും ഉണ്ടല്ലോ മലയാള സിനിമയിൽ നിലവിൽ. അവർക്ക് പലർക്കും ഈ പറഞ്ഞ 50 കോടി ക്ലബ് ഇല്ല. അപ്പൊ അതൊരു വലിയ നേട്ടമാണല്ലോ. അത് കാണിച്ചുകൊണ്ട് എനിക്ക് ഇതുണ്ട് എന്ന് കാണിച്ചിട്ട് അങ്ങനെ പറ്റില്ലേ? പിന്നെ ആ ഒരു 50 കോടിയിൽ ഒരു പടം കാണുള്ളൂ. ബാക്കി പടങ്ങൾക്ക് പ്രൊഡ്യൂസറെ കിട്ടൂല. ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അത് മോഹിനിയാട്ടം റിലീസ് ആവുന്നതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ആ സമയത്ത് എല്ലാ ദിവസവും 1-2 പേര് പുതുതായിട്ട് കഥ പറയണമെന്ന് പറയുമായിരുന്നു. ഇപ്പൊ അതൊരു 4-5 അപ്പം അത്രയും കൂടിയിട്ടുണ്ട്. 3 കഥകൾ ഒരു ദിവസം പുതിയ ആൾക്കാർ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അപ്പൊ അത്രയും കൂടുതൽ. ഇപ്പൊ നമ്മളൊരു ഒരാഴ്ചത്തെ 10 ദിവസത്തെ കണക്കെടുക്കുവാണെങ്കിൽ 30 കഥകളാവും അത് ടോട്ടൽ. അപ്പൊ ഇത് മൊത്തം പ്രാക്ടിക്കലി കേൾക്കലൊരു പണിയാണ്. ഫ്രീ ടൈം ഉള്ളപ്പം, ഫ്രീ ഡേ ആണെങ്കിൽ 3 കഥകൾ ഒരു ദിവസം കേൾക്കും. ചില ആൾക്കാർ എൻ്റെ അടുത്ത് 3 പേരെ ആയിരിക്കും ഞാൻ മീറ്റ് ചെയ്യുന്നത് 3 കഥകൾക്ക് വേണ്ടി. പക്ഷെ അതിൻ്റെ അകത്ത് ഒരാൾ ചിലപ്പം ഇത് ഇഷ്ടപ്പെട്ടില്ലല്ലേ, അപ്പൊ പിന്നെ എന്താണ്, അപ്പൊ ഞാൻ പറയല്ലേ എനിക്ക് എങ്ങനത്തെ കഥയാണ് എനിക്ക് വേണ്ട, എനിക്ക് ജോണർ ഒന്നും പ്രശ്നമല്ല, എന്നാൽ പിന്നെ എനിക്ക് ഒരു ത്രില്ലർ ഉണ്ട്, അതൊന്നും പറയട്ടെ, 10 മിനിറ്റ് മതി. അപ്പൊ ഞാൻ പറയും 10 മിനിറ്റിൽ തീരുവോ? പക്ഷെ എനിക്ക് അടുത്ത അപ്പോയിന്റ്മെന്റ് സമയമായി രാവിലെ 10 തൊട്ട് 11:30. അപ്പം പറയും 10 മിനിറ്റ്. അപ്പൊ ഞാൻ ഈ 10 മണിക്ക് തുടങ്ങിയ കഥ 10:30 കഴിഞ്ഞ സന്തോഷത്തിരിക്കുവാണ്. അപ്പൊ നമുക്ക് 1 മണിക്കൂർ ഇനിയിപ്പം ബാക്കി ഇനിയിപ്പോൾ എന്തെങ്കിലും ഫോൺ കോൾസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്യാമല്ലോ. അപ്പൊ 10 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ശരിയാ ഓക്കെ 10 മിനിറ്റ്. പക്ഷെ അത് വീണ്ടും 1/2-3 മണിക്കൂർ പോകും. അതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു സാധനം, വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ ഇത് 3 ഇഷ്ടപ്പെടില്ല. ഓക്കെ, പക്ഷെ 3 കഥ ഞാൻ കേട്ട് കഴിഞ്ഞു. ഇനി 2 കഥ ഇനിയും ബാക്കി.
അങ്ങനെ ഒരു ഞാൻ പ്രേം പാറ്റയുടെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട്, അതായത് മോഹിനിയാട്ടം റിലീസ് ചെയ്തതിന് ശേഷം പ്രേം പാറ്റയുടെ ഷൂട്ട് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം എനിക്കൊരു 6 ദിവസം കിട്ടുവാണ്. ഈ ഓക്കെ 6 ദിവസത്തിൽ ഞാൻ 19 കഥകൾ കേട്ടു. രണ്ടാമത്തെ ദിവസം 6 കഥ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം 7ാമത്തെ കഥയിലേക്ക് ഞാൻ കടക്കുമ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിപ്പം കഥ പറയുന്ന സമയത്ത് മൈൻഡ് ഭയങ്കരമായിട്ട് ഡൈവേർട്ട്, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഡൈവേർട്ട് ആവുള്ളൂ. ഇത് ഭയങ്കരമായിട്ട് ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു മിനിറ്റ് എന്നിട്ട് ഞാൻ എൻ്റെ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിങ്ങാന്ന് ഞാൻ ഏറ്റവും ആദ്യം കേട്ട കഥ, ആ കഥ പറഞ്ഞ ഡയറക്ടറുടെ പേരെന്തായിരുന്നു? പുതിയ ആളാണ്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. രണ്ടുപേര് ഒരേപോലെ പറഞ്ഞു, ഒരു കഥ നല്ലതാണെന്ന് കേക്ക്. അപ്പോൾ ഒന്ന് പ്രൊഡ്യൂസറാണ് പറയണത്, ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ട് നമുക്ക് നല്ല രസമുള്ളതാണ്. ഒന്ന് ഈ കഥ പറ്റി തന്നെ ഒരു മ്യൂസിക് ഡയറക്ടറും കൂടെ പറയുന്നു, എനിക്ക് വളരെ പരിചയമുള്ള ഒരാൾ. അപ്പം ഞാൻ ഇതെന്തായാലും അപ്പം ഓൾറെഡി ഫിൽറ്റേർഡ് ആണ്, ഇത് നല്ലതെന്ന് രണ്ടുപേര് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള. അപ്പം ഇത് കേട്ട് നോക്കാം. അപ്പോൾ ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞു. എനിക്ക് ഡാർക്ക് ഹ്യൂമർ ഫീൽ ചെയ്തില്ല കഥ കേട്ടപ്പോൾ. എനിക്ക് വളരെ ഒരു സീരിയസ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ എൻ്റെ പ്രശ്നം വെച്ചാൽ അത് എൻ്റെ കുഴപ്പമാണെന്ന് വെച്ചാൽ ഇത്രയും കഥ കേട്ടിട്ട് എൻ്റെ സെൻസിബിലിറ്റിക്ക് പ്രശ്നമായോ? എനിക്കിനിയിപ്പം എന്താണ് ഇത്രയും കഥ കേൾക്കുന്നുണ്ട്. അപ്പോൾ പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ആഴ്ചയിൽ ഒരു കഥ കേൾക്കാവുള്ളൂ, അല്ലെങ്കിൽ ദിവസം ഇനിയിപ്പം 3 കഥ ഉണ്ടെങ്കിൽ അത് ചുരുക്കി ഒരു കഥയാക്ക്. പക്ഷെ എന്ന് വെച്ചാൽ പ്രഷർ ഭയങ്കരമാണ് കഥ കേൾക്കാനുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു കഥയെ പറയാനുള്ളൂ. എൻ്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് 3 കഥ ഒരു ദിവസം കേൾക്കണം. അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, എനിക്കിത് ചിലപ്പം മനസ്സിലാവില്ല, നല്ല കഥയാണെങ്കിൽ ചിലപ്പം എനിക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടൂല. അപ്പം ഇല്ല കേട്ടോ, ഒരു 10 മിനിറ്റ് ഒന്ന് കേട്ട് നോക്ക്. ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കുമല്ലോ. സോ അതാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ. സ്റ്റാർ ആവുക എളുപ്പമല്ല. ഇങ്ങനത്തെ വാക്കുണ്ടല്ലോ, ലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അന്വേഷണ തുടക്കത്തിലൊക്കെ തന്നെ ക്രൈം സ്പോട്ട് ഇസ് എ മൈൻ ഓഫ് എവിഡൻസസ്, അങ്ങനെയൊക്കെയുള്ള ക്യാച്ച് ഫ്രേസസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇത് വായനയിൽ നിന്ന് കിട്ടുന്നതാണോ, അതോ അവിടെ വെച്ചിട്ടൊരു ഇൻഡ്യൂഷൻ വരികയാണ്, ഇവിടെ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്ക് പ്ലേസ് ചെയ്ത കുറച്ച് ഫാൻസി ആയിരിക്കും, അങ്ങനത്തെ തോട്ടിൽ വരുന്നതാണോ? എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഡയലോഗ്സ് അതുപോലെ തന്നെ ടൈറ്റിൽസ്, ഇപ്പോൾ കിണർ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ വരുന്നു, അല്ലെങ്കിൽ വൈര്യം എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ വരുന്നു. ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തൊരു വാക്കുകളും കൂടിയാണ് ടൈറ്റിൽസ്. ഇതിന്റെ വലിയൊരു ക്രൈറ്റീരിയ എന്താ ടൈറ്റിൽ ചൂസിങ്ങിന്റെ? അല്ല, തീർച്ചയായിട്ടും ഞാനൊരു സിനിമ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പിന്നെ തയ്യാറാക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്കൊരു ത്രെഡ് വന്നാൽ, ഞാൻ എഴുതുന്ന കഥകൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം അന്വേഷണത്തോടൊപ്പമാണെങ്കിലും ഇപ്പോൾ ലേക്കാണെങ്കിലും, ലേക്കിൻ്റെ ഉള്ള ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ന്യൂജൻ പിള്ളേർ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സിനിമാ ഗോവേഴ്സ് എന്ന് പറഞ്ഞാൽ ജെൻസി കിഡ്സാണ്. അവരെപ്പോഴും ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിൽ എന്താണെന്ന് അറിയാനൊരു ത്വര അവർക്കുണ്ട്. ഇപ്പോൾ ഗൂഗിൾ അടിച്ചു നോക്കിയാലും അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാം. ഞാൻ പേർപ്പസ്ഫുള്ളി ലേക്ക് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആ പിന്നെ സിനിമയുടെ കഥയും അല്ലെങ്കിൽ അതിൻ്റെ രീതികളും, അല്ലെങ്കിൽ സിനിമ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് ആപ്റ്റായിട്ടുള്ള ഇതാണ്. വായനകളിലൂടെ തന്നെയാണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടും ആണ് ലേക്ക് എന്നുള്ള പേരുണ്ട്. പതിയിരിക്കുക, ആരാണ് പതിയിരിക്കുക എന്നുള്ളതാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതൊരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റാണ്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് ഇന്നിൻ്റെ രീതിയിൽ കാലാനുസൃതമായ പിന്നെ അപ്ഗ്രേഡഡ് ആൻഡ് അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് എം എ നിഷാദ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത് എൻ്റെ ഇതായിട്ട് പറയുന്നതല്ല. സാധാരണഗതിയിൽ ഈ സോഷ്യലി കമ്മിറ്റഡ് മൂവീസ് വരുമ്പോഴത്തേക്കിന് അതിനൊരു ആ ഓണറിനൊരു പ്രത്യേക രീതിയുണ്ട്, അതിൻ്റെ മേക്കിങ്ങിലൊരിതുണ്ട്. പക്ഷെ എന്നിട്ട് ഈ ഒപ്പമുള്ള കുറെ സമകാലീനർ അല്ലെങ്കിൽ അവരൊക്കെ ഈ സ്റ്റാർസ് അല്ലെങ്കിൽ റേഞ്ച് മാറുന്നതൊക്കെ കാണുമല്ലോ. ഇതിനെ ഉൾക്കൊള്ളുന്ന മാനസികാവസ്ഥ സത്യസന്ധമായിട്ടൊന്ന് വിവരിച്ചാൽ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജോജു അടുത്ത സുഹൃത്താണ്, പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു മോഹൻലാലിന് വേണ്ടിയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയോ ഒക്കെ ആലോചിക്കുന്ന കഥകളിൽ അദ്ദേഹത്തെ കൂടി പ്ലേസ് ചെയ്യുന്ന റേഞ്ചിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും. സൈജു ഗ്രൂപ്പ് സമാനമായ രീതിയിൽ തുടങ്ങിയവരാണ്. ജോജിയായിട്ടുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്, ഞാൻ കോൺടെക്സ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ നായക നടനായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഉണ്ടല്ലോ, ഒരു മാറ്റം ഉണ്ടല്ലോ ആളുകൾക്ക്. ഇനിയിപ്പോ സൈജുടെ ഡെഫിനറ്റ്ലി കേൾക്കുന്ന കഥകളും ഒക്കെ മാറ്റം ഉണ്ടാവും. ഇപ്പൊ സൈജുന്റെ റേഞ്ച് പറയുന്നൊരു കാര്യം ഞാൻ പറയാം, റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. അത് സൈജുടെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സിനിമ ഈ അടുത്ത് ഇറങ്ങിയത്, സൈജുടെ നല്ല നായകൻ, അതിൽ ഒരു യുവതാരമാണ് നായകൻ, പക്ഷെ ചേട്ടനെയാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് പോസ്റ്റേഴ്സിലൊക്കെ. അദ്ദേഹം സൈഡിലാണ്, ചേട്ടൻ സെക്കൻഡ് ഹാഫിനൊക്കെ അടുപ്പിച്ചാണ് ആ പടത്തിൽ വരുന്നത്. അപ്പം ഇപ്പോൾ മാർക്കറ്റ് ചേട്ടനുണ്ട്, ഇപ്പൊ ചേട്ടന് വെച്ചു പോകുന്നുണ്ട്, അതുകൊണ്ട് ചേട്ടൻ എന്തായാലും റേഞ്ച് മാറുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏരിയ മനസ്സിലായില്ല. എനിക്ക് ആക്ച്വലി മനസ്സിലായി, അത് ഞാൻ അവരോട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. ബിക്കോസ് ഞാൻ പണ്ട് ഒരു പടം ചെയ്തായിരുന്നു. അപ്പം ആ പടത്തില് എൻ്റെ 1,00,000 രൂപയായിരുന്നു ശമ്പളം. അങ്ങനെ 75,000 എനിക്ക് കിട്ടി. ഡബിങ് കഴിഞ്ഞ് 75,000 രൂപ കിട്ടി. അപ്പോൾ 25,000 രൂപ മിച്ചമുണ്ട്. അപ്പം
ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അന്ന് ഉം. വൈറ്റ്ലയിൽ അന്ന് 5 ബിൽ ബോർഡ്സ് ഉണ്ട്. ഉം. അതിൻ്റെ അകത്ത് 2 നല്ല വലിപ്പമുള്ളതും 3 ചെറുതും. ഉം. അപ്പൊ അവിടെ ഏതെങ്കിലും എൻ്റെ ഒരു പടത്തിന്റെ, ഉം. അത് ഞാനിപ്പോൾ സപ്പോർട്ടിംഗ് ഉള്ളതായാലും കുഴപ്പമില്ല, എന്റെയും കൂടെ ആ ഫ്ലക്സിൽ ഒരു തല വരണം. എന്നുവെച്ചാൽ ഈ വൈറ്റ്ല എന്ന് പറയുന്നത് സെന്ററാണ് Yes, yes, yes. കേരളത്തിന്. അപ്പം എല്ലാവരും പാസ് ചെയ്യുന്ന, കോഴിക്കോട്ടേക്ക് പോകുന്ന ആ. ആൾക്കാരും ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ പാസ് ചെയ്യുന്നതാണ്, എല്ലാവരും കാണുന്ന നല്ല വിസിബിലിറ്റിയാണ്. ഇന്നിപ്പോൾ എൻ്റെ വിസിബിലിറ്റി കുറഞ്ഞ് ഉം. നമ്മുടെ ഓവർ ബ്രിഡ്ജ് വന്ന കാരണം. അപ്പോൾ അന്നത്തെ വൻ സംഭവമാണ്. അപ്പോൾ ഞാൻ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ, 7 പേരാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് വിളിച്ച് ഞാൻ പറഞ്ഞ്, ചേട്ടാ എനിക്ക് 20,000 ബാക്കി എനിക്ക് തരണ്ട, പക്ഷേ വൈറ്റ്ലയിൽ ആ ബിൽ ബോർഡിൽ എൻ്റെ ഒരു ഫോട്ടോ, ഐ മീൻ Yes, yes. പോസ്റ്റർ ആ. ഞാനും കാണുമല്ലോ നാച്ചുറലി, ഞാൻ ആ പടത്തിൽ ഹീറോ ആണ്. അപ്പം പുള്ളി പറഞ്ഞ് പിന്നെന്താ മോനെ ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വലിയ ബിൽ ബോർഡ്സിൻ്റെ 45,000 പെർ മന്തോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. ചെറുതിൻ്റെ എനിക്കൊന്ന് 30, 25, 15 അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അത് പുള്ളി അത് ഓക്കെ പറഞ്ഞു. അങ്ങനെ ആരോ എൻ്റെ എയർടെല്ലിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു കൊലീഗ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിൻ്റെ ഒരു ബിൽ ബോർഡ് അവിടെ വൈറ്റ്ലയിൽ വന്നിട്ടുണ്ടെന്ന്. അടിപൊളി. അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങളുടെ വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങി വൈറ്റ്ല ജംഗ്ഷൻ, കടവന്തറ എന്ന് പറയുന്നത് വൈറ്റ്ല ജംഗ്ഷനിലെത്തി. അപ്പോൾ ഈ സൈഡിലാണ്. അപ്പോൾ എനിക്കത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാനങ്ങനെ യൂട്ടേൺ എടുത്ത് തിരിച്ചു വന്നിട്ട് ആ ബിൽ ബോർഡിൻ്റെ അവിടെ വന്നിങ്ങനെ ഞാൻ നോക്കുവാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ആ സമയത്ത് സപ്പോർട്ടിംഗ് റോൾ ചെയ്ത്, പക്ഷേ വലിയ ആക്ടേഴ്സാണ്, അവരുടെ വലിയ തലയും വലിയ തലകളാണ്. അതിനകത്ത് 4-5 വലിയ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ സപ്പോർട്ടിംഗ് റോളാണ്. പക്ഷേ പ്രൊട്ടാഗനിസ്റ്റായിട്ട് അഭിനയിച്ച ഞാനും എൻ്റെ ഹീറോയിനും ഞങ്ങളുടെ ഫുൾ ഫിഗറാണ്, പക്ഷേ താഴെ ചെറുതായിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ വലിയ തലകൾ ഞങ്ങളിങ്ങനെ നിൽപ്പുണ്ട്. അതായത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, വണ്ടി പാസ് ചെയ്യുന്ന ആൾക്കാർ ഇവരെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ, ഇവിടെ ആരെ നിൽക്കണമെന്നുള്ളത് അവർ കാണൂല. മനസ്സിലായില്ലേ? അപ്പം അത് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാനും കൂടെ കാശ് കൊടുത്തിട്ടാണ്, അതും ആലോചിക്കണം. അപ്പം അതിൻ്റെങ്കിലും ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു വലിയ തല വയ്ക്കാൻ മേലായിരുന്നോ? എല്ലാവരും വെച്ചോട്ടെ, എൻ്റെ കൂടെ എൻ്റെ. പക്ഷെ പോട്ടെ, എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചില്ല. എൻ്റെ ആദ്യമായിട്ട് എൻ്റെ തല വരുന്ന ബിൽ ബോർഡ് വൈറ്റ്ല ജംഗ്ഷനിൽ. വിഷ്ണു പറഞ്ഞ പോലെ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് ഐ വാണ്ടഡ്, ബിക്കോസ് ആൾക്കാരെ പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രൊട്ടാഗനിസ്റ്റിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അത് പുതുമുഖമായിരിക്കാം അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ടർ ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. പക്ഷെ പ്രൊട്ടാഗനിസ്റ്റിന്റെ കഥയെ പറയുന്നത്. ഈ പ്രൊട്ടാഗനിസ്റ്റിനെയാണ് നമ്മൾ ഈ 2 മണിക്കൂർ ഇയാളുടെ കഥയാണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ലേഡി ആണെങ്കിൽ ആ ഫീമെയിൽ ആക്ടറിന്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അവരുടെ വലുത് വെച്ചിട്ട് ആൾക്കാരെ പ്രിപ്പയർ ചെയ്യണം വേണ്ടത്. ഇതാണ് ഇവരുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ മിസ്ലീഡ്, അത് ഭയങ്കര വിഷമം. പക്ഷെ എന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ല. ബട്ട് എനിവേസ് എന്താണ് അങ്ങനെയൊക്കെ സംഭവിച്ചു. പ്രശാന്തേട്ടാ, ഞാൻ ഉദ്ദേശിച്ച കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. ഇതാ കൂടെ ഇരിക്കുമ്പോ ഇത് ഉള്ളിലൊരു കോമ്പറ്റീഷൻ ആയിട്ട് വളരുമോ? ഐ മീൻ വെച്ചാൽ ഉള്ളിൽ ഒരു ഫയർ ഇഗ്നൈറ്റ് ചെയ്യാണോ ചെയ്യണേ, അതോ ഇനി സങ്കടം ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഇനിയിപ്പോ സങ്കടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കുശുമ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വാശി ഉണ്ടാക്കി, ഇതൊന്നും ആരെങ്കിലും തുറന്നു പറയോ? പ്രത്യേകിച്ച് ഇതുപോലെ അത് പറയാൻ വേണ്ടി ഒന്നെങ്കിൽ വിഷ്ണു എന്നോട് ചോദിച്ചത് ഞാൻ സത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്നെ കുറെ കാലമായിട്ട് കണ്ടിട്ടുള്ള പരിചയം കൊണ്ടായിരിക്കും. എന്റെ സത്യസന്ധമായ അതിനെപ്പറ്റിയുള്ള ചിന്ത എന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെയും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇവർ റേഞ്ച് മാറി, ഡെഫിനറ്റ്ലി റേഞ്ച് മാറി, ജോജുവിന്റെ റേഞ്ച് മാറി, സൈജുവിന്റെ റേഞ്ച് മാറി. അതുപോലെ ഒത്തിരി പേര്, നമ്മൾ സിനിമയിൽ ആദ്യം വന്നതാണ്. അപ്പൊ ഞങ്ങളെല്ലാം ഒരുപോലെ, സിദ്ധു, ജിഷ്ണു, അവര് നായകന്മാരാണെങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ സിനിമയും മെയിൻ കൂട്ടുകാരുടെ ഈ 5 പേരുടെ പോസ്റ്റർ ഇതെല്ലാം നമ്മളെല്ലാം ഉണ്ട്. അപ്പം എൻ്റെ മനസ്സിലും ഞാനും അവർക്കൊപ്പമാണ് അന്ന് തൊട്ടേ. പക്ഷെ ഒപ്പം അല്ല എന്നുള്ളത് തിരിച്ചറിയാൻ കുറെ കാലം എടുത്തു എന്നുള്ളതാണ്. നമുക്കന്ന് അറിയത്തില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളേ ഉള്ളൂ, നമ്മുടെ കോളേജിൽ നിന്ന് നമ്മളേ ഉള്ളൂ, നമ്മുടെ ബാച്ചിൽ നിന്ന് നമ്മളേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ചിന്ത. അതിനുശേഷം ആ കാലഘട്ടത്തിൽ കുറേ പുതുമുഖ നടിനടന്മാർ വന്നിരുന്ന ഒരു സമയമാണ് 2002 തൊട്ട് 2005 വരെയുള്ള കാലഘട്ടം. ആ പ്രായത്തിൽ പലരും സ്പീഡിൽ മുന്നിൽ കയറി ഓടിയിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് എന്താണ് അവസരം കിട്ടാത്തതെന്നുള്ള പ്രയാസമാണ്. അവർ ഓടിയതിലല്ല, അവർ മുന്നിൽ കയറി പോയതിലോ അവർ സക്സസ്ഫുൾ ആയതിലോ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് അവസരം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിൽ എങ്ങനെയാണ് ഈ പരിപാടികളിലേക്ക് എത്തുക,
നമ്മൾ ഏതൊക്കെ രീതിയിൽ പാകപ്പെടേണ്ടതായിട്ടുണ്ട്, നമ്മൾ എങ്ങനെയൊക്കെ സ്വീകാരനായി തീരേണ്ടതായിട്ടുണ്ട്, സ്വയം ഒരുങ്ങേണ്ടത് എങ്ങനെയൊക്കെയാ? അങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി വരാൻ ആവശ്യത്തിൽ കൂടുതൽ സമയമെടുത്തു. ഓ. അതായത് 2015 ആക്ഷൻ ഹീറോ ബിജു ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പക്ഷെ ഓർഡിനറിയിലൊക്കെ ഓർഡിനറി ഒക്കെ സുഹൃത്തുക്കളുടെ സിനിമയാണ്. ആ, അത് yes, സുഗീതും yes, ഇപ്പൊ ആ. നമ്മൾ കമൽ സാറിന്റെ അസിസ്റ്റന്റാണ് സുഗീത്. അന്ന് തൊട്ടേ സുഗീതിന്റെ 1-2 സ്ക്രിപ്റ്റുകളിൽ ചർച്ചയ്ക്കും എഴുതാനും ഒക്കെ ആയിട്ടിരുന്നിട്ടുണ്ട്. സുഗീതായിട്ടൊക്കെയുള്ള സൗഹൃദമുണ്ട്. എന്നിട്ടും അപ്പുറത്ത് എനിക്ക് വേഷമില്ലായിരുന്നു. മണികണ്ഠൻ പട്ടാമ്പി ചെയ്യേണ്ട റോളാണ്, പുള്ളിക്ക് ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയാണ് റോള്. അപ്പം അപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അന്ന് എന്റെ മമ്മിയൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ്, നീ സുഗീതിന്റെ കൂടെ ഇത്രയും കാലം നടന്നിട്ട് നിനക്ക് ഒരു വേഷം അതിനകത്ത് എന്റെ ഇല്ല. കൂട്ടുകാരനല്ലേ? ആ അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് പറ്റിയ വേഷം വേണ്ട അതിനകത്ത്, എനിക്ക് പറ്റിയ വേഷം ഇല്ല, ഞാൻ നോക്കി. അങ്ങനെ പല സിനിമകളും എനിക്ക് പറ്റിയ വേഷങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് വേഷങ്ങൾ കിട്ടാത്തതെന്ന് തന്നെ വിശ്വസിച്ച് പോയ ഒരാളാണ് ഞാൻ. പിന്നീട് സിനിമയുടെ സ്വഭാവങ്ങൾ മാറി, നമ്മളുടെ ആക്ടിങ് രീതികൾ മാറി, നമുക്ക് കുറച്ചും കൂടെ അറിവുകൾ വന്ന് സിനിമയിൽ എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ നിൽക്കണം, കിട്ടുന്ന ക്യാരക്ടേഴ്സിനെ എങ്ങനെ സമീപിക്കണം, ഇതിൻ്റെയൊക്കെ ചിന്തകൾ വന്നതിന് ശേഷമാണ് അവസരങ്ങൾ കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം സൈജു എന്നോട് എപ്പോഴും പറയും, ജോജു രക്ഷപ്പെടുന്നതിന് മുമ്പ് സൈജു പറഞ്ഞിട്ടുള്ളതാണ് ഇയാളെ കിടിലൻ ആക്ടർ. സൈജു 3 പേരുടെ പേര് എപ്പോഴും പറയായിരുന്നു. ഒന്ന് ജോജു, ഒന്ന് ദിനേശ് പ്രഭാകർ, പിന്നെ ഞാൻ. നിങ്ങൾ 3 പേരും കിടിലൻ ആക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് മലയാള സിനിമയിൽ ഒരു ടൈം ഉണ്ട്, ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ അന്നോട്ട്. അന്ന് സൈജു ഹീറോ ആണ്. അന്നും സൈജു റേഞ്ച് വേറെയാണ് ആക്ച്വലി. ഇല്ലല്ല, ഞാൻ ഹീറോ ഒന്നുമല്ലേ. 2011 കാര്യം പറയണം. നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ 2010 ശേഷം ആ സമയത്ത് എനിക്ക് ആക്ച്വലി ബ്രേക്ക് കിട്ടിയിട്ടില്ല. നമ്മള് അവിടെ നമ്മൾ കാണുന്നത് സൈജു ആസ് എ ഹീറോ എന്ന ഒരാളാണ്. സൈജുവിന് ഡെഫിനറ്റ്ലി പ്ലേസ്മെന്റ് ഉണ്ട് സിനിമയിൽ. പിന്നെ അവശ്യ ഘടകമല്ല എന്ന് പറയുന്ന ഒരു കാര്യം. സൈജുവിന് ഒരു പടം വരികയാണെങ്കിൽ ഒന്ന് ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഹീറോയുടെ ഏറ്റവും വില്ലനായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേസ്മെന്റ് ആണ്. നമുക്ക് അന്നേരം കിട്ടുന്ന 1 സീൻ 2 സീനാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സൈജു എപ്പോഴും റേഞ്ചിന് മേളിൽ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ സൈജു അങ്ങനെ ഒരു കോൺഫിഡൻസ്. പിന്നെ നമുക്ക് ടെൻഷൻ വരുമ്പോൾ സൈജു എനിക്ക് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് 1/4 മണിക്കൂറോളം. മോട്ടിവേഷൻ അല്ല, എങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യണ്ടേ, സിനിമയെ സമീപിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതൊന്നും ഇപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ സൈജു വളരെ കൃത്യമായിട്ട് അത് സൈജുവിന്റെ, ഇപ്പൊ ഞാൻ പറയാം, സൈജുവിന്റെ പഴയ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സൈജുവിന്റെ ഒരു ഡീസന്റ് ബിഹേവിയർ, അല്ലെങ്കിൽ സൈജു ആൾക്കാരോട് ഇടപെടുന്നത്, ഇത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. സൈജു ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു. സൈജുവിന്റെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാർ പറയുന്നത്. അപ്പോ ഞാനൊന്നും അങ്ങനെയല്ല ബേസിക്കലി. അപ്പം നമ്മള് പാകപ്പെട്ട് വരേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം സൈജു ഇരുത്തിക്കൊണ്ട് പറയുകയാണെങ്കിലും സൈജുവിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജോജുവിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാതിരിക്കാനും നോക്കിയിട്ടുണ്ട്. അത് ജോജു മോശക്കാരനായിട്ടല്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ആ അത്രയും ഹാർഡ് വർക്കിലേക്ക് എത്താൻ എന്നെ കൊണ്ട് കൂടിയാൽ കൂടില്ല. പക്ഷെ സൈജു ചെയ്യുന്ന കാര്യങ്ങളെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലേക്കും എനിക്ക് അങ്ങനെ കാര്യമായിട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ കുറേയൊക്കെ ആൾക്കാരോട് അഭിപ്രായങ്ങൾ പറയുമ്പോഴും ആൾക്കാരോട് ചില കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ അത് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, അഭിപ്രായങ്ങളിലേക്ക് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പ്ലേസ്മെന്റിലേക്ക് എത്തുന്നത് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടും അധ്വാനം കൊണ്ടും മിടുക്കൊണ്ടുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പുരുഷപ്രേതം എന്ന് പറഞ്ഞ സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് റേഞ്ച് മാറ്റി തന്ന ഒരു, അതെനിക്കൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ഓപ്പർച്യൂണിറ്റി ഞാൻ എത്രത്തോളം മുതലെടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. എനിക്ക് അന്നേരം അത് തിരിച്ചറിയാൻ എനിക്ക് അറിയത്തില്ല. കാരണം നമുക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും കുത്തി പറയുമായിരുന്നു. അങ്ങനെ പറയുന്നോണ്ട് കാര്യമില്ല. നമ്മള് ആയിട്ട് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് നമ്മളായിട്ട് തന്നെ അതിലേക്ക് എത്താൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ടും സിനിമയിലെ രീതികൾ അത്ര കണ്ട് നമുക്കറിയാം. നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ എനിക്ക്. ഇപ്പം നാളെ എൻ്റെ കുടുംബത്തിൽ ഒരാൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മളെ അതുപോലെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഇപ്പം സൈജുവിനും ആരുമില്ല, ജോജുവിനും ആരും ഇല്ലായിരുന്നു. ഇതൊക്കെ ക്വിക്ക് ലേണേഴ്സിന് അത് പെട്ടെന്ന് കിട്ടും. ഞാൻ അത്ര ക്വിക്ക് ലേണർ അല്ല. അപ്പം ഇതിൽ നിന്നൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. സൈജുവിന്റെ ജോജുവിൻ്റെത് ടോട്ടലി ഡിഫറെന്റ്. ജോജു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ജോജു ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. തലയിൽ സിനിമ മാത്രമുള്ള മനുഷ്യനാണ് ജോജു. കടത്തിന്റെ മേൽ കടത്തിന് നിന്നാലും ജോജു 5000 രൂപയുടെ കടം മേടിച്ചിട്ട് പൊള്ളാച്ചിയിൽ ഒരു പടം തുടങ്ങുന്നുണ്ട്. അവിടെ
നമ്മുടെ കാറും കടം മേടിച്ചുകൊണ്ട് പോയി അവിടെ പൂജയ്ക്ക് പോയി ഡയറക്ടറെ കണ്ടിട്ടേ വരത്തുള്ളൂ. അത്രയൊന്നും ഹാർഡ് വർക്ക് ഇപ്പൊ സൈജും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഞാൻ കടം മേടിക്കില്ല, ഞാനും ചെയ്യത്തില്ല. കടം പക്ഷെ കൊടുക്കുകയില്ല. ആ നല്ല കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അതോടുകൂടി നിർത്തിയത്. പക്ഷെ ഞാൻ കടം കൊടുക്കും. പക്ഷെ സൈജുവിന്റെ ഇന്റർവ്യൂവിൽ സൈജു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചാൻസ് അല്ലേ ചോദിക്കുന്നത്, നമ്മൾ കാശല്ലോ സാർ. അതെ 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 അതെനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ മോട്ടിവേഷൻ ആയിട്ടുണ്ട്. സൈജുവിന് ഇതിനു മുമ്പും പ്രൊഡക്ഷനിൽ ഭാഗമാകാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെപ്പറ്റി എനിക്കറിയാം. പക്ഷെ റൈറ്റ് ആൾക്കാരെ പിക്ക് ചെയ്യുക. തോമസ് ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. തോമസ് ചേട്ടൻ ഒരു ഗംഭീര മനുഷ്യനാണ്. അപ്പോൾ ഇവര് തമ്മിൽ ചേരുന്നതിൽ നമുക്ക് ഇവരെങ്ങനെ ചേർന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ കൂടെ നിർത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ. ഇതൊക്കെ നമുക്കൊരു പാഠങ്ങളാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അസൂയയില്ല, കുശുമ്പും ഇല്ല, നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം. അതാണ് എൻ്റെ സത്യസന്ധമായ ആറ്റിറ്റ്യൂഡ്. അതാണ് അടിപൊളി അടിപൊളി. സൈജേട്ടാ, ഈ ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഡയലോഗുകൾക്ക് ഈ പറഞ്ഞ കുറച്ചുകൂടി പദസമ്പത്ത് നിറഞ്ഞൊരു സ്വഭാവമുണ്ട് പലപ്പോഴും. അതായത് കുറച്ചുകൂടി വൊക്കാബുലറി ഉണ്ടാവും, കുറച്ചുകൂടി നല്ല ചോയ്സ് ഓഫ് വേർഡ്സ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ മലയാളി അല്ലല്ലോ, അതായത് ഈ മലയാളിയാണ്, പക്ഷെ പ്രോപ്പർ മലയാളിയുടെ പോലെ തന്നെയുള്ള ഒരു ചൈൽഡ്ഹുഡ് അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഡയലോഗ്സ് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല മലയാളം വാക്കുകൾ കിട്ടുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പ്രശാന്തിന്റെ കാര്യമാണ്. അല്ലല്ല, നിഷാദേട്ടൻ എന്നോട് അങ്ങനത്തെ വലിയ ഹാർഡ് വേർഡ്സ് പ്രയോഗിച്ചിട്ടില്ല. ഇല്ല, പുള്ളി വളരെ ലളിതമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാനാണ് കുറച്ച് നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം, ഈ മലയാളം അത്ര അറിയത്തില്ല എന്ന് പറയുന്ന സൈജു കുറുപ്പ് ഒരു മലയാള സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. യെസ്, എനിക്കറിയാം. മൈ ഫൈനൽ ആമോ എനിക്കറിയാം. ഞാൻ വേറെ കാര്യം പറയട്ടെ. പുള്ളി തമിഴിലെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ പുള്ളിയുടെ സ്റ്റേജ് നെയിം എന്തായിരുന്നു അറിയാം? അനിരുദ്ധ്. യെസ്. അത് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാനൊന്ന് പേര് മാറ്റിയാൽ രക്ഷപ്പെടുമെന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. മറ്റൊരു രക്ഷപ്പെട്ടു. മറ്റേതാ അത് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു പ്രാവശ്യം ഒരു കോൾ വന്നിട്ടുണ്ട്, മറ്റേ പുള്ളിയാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ മറ്റേ എത്രയാ 5000 രൂപ കൊടുത്താലോ അവിടുത്തെ ഫിലിം ഡയറക്ടറിൽ ഫുൾ പേജിൽ വരണമെങ്കിൽ 5000 10,000 അങ്ങനെ വിത്ത് ഫോട്ടോ അല്ലേ? വിത്ത് ഫോട്ടോ, പിന്നെ കോൺടാക്ട് നമ്പറും. അപ്പൊ അങ്ങനെ ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ മിസ്റ്റേക്ക് ആയിട്ട് എന്നെ വിളിക്കുക അനിരുദ്ധ്. ഇല്ല, അപ്പം നിഷാദേട്ടൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്. ഇനിയിപ്പം എനിക്ക് ഇപ്പൊ ഈ സിനിമയിൽ പോലും ഡയലോഗ്സ് അത്ര ഹാർഡായിട്ടുള്ള വേർഡ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കൊണസ്റ്റുണ്ടെങ്കിലേ കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിപ്പോ സൈജുവിനുമായിട്ട് കൊണസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്. വനമന്ത്രി അല്ലേ ഇതിനകത്ത്? അതെ. അപ്പൊ അങ്ങനെ ഒരു മറ്റേ പൊളിറ്റീഷ്യൻ, എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ലൈസൻസിൽ MLA ആയിരുന്നു തോന്നുന്നുണ്ടല്ലേ? ഭയങ്കര പ്രൊമോഷൻ. അപ്പൊ ആ ഒരു ശരീരഭാഷ പിടിക്കുക, ഏതെങ്കിലും ഒരു റീജിയണിലെ പൊളിറ്റീഷ്യനെ പോലെ ബോഡി ലാംഗ്വേജ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മൊത്തം എന്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് ബോഡി ലാംഗ്വേജ് പിടിക്കുക, ഇത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു സീനിൽ പിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പരിപാടി പിടിക്കാറില്ല. പക്ഷെ സംവിധായകർ പറയുകയാണ് ഇപ്പം ഇനി ബോഡി ലാംഗ്വേജ് പിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ലോക്കായി കഴിഞ്ഞാൽ അത് നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും ഞാൻ ചെയ്യുന്നില്ലെന്ന് പറയും. എന്നുവെച്ചാൽ എനിക്കറിയാം, എനിക്ക് അത്രയും ഭീകര ആക്ടർ ഒന്നുമല്ല ഞാൻ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ആക്ടറാണ്, മാനേജ് ചെയ്ത് പോകുന്ന ആളാണ്. അല്ലാണ്ട് ഞാനിപ്പോ ഒരു ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് അയാളുടെ ഡയലോഗ് ഡെലിവറി ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഞാൻ അത് ചിന്തിച്ച് ചെയ്യുന്ന ആളല്ല. ശ്രമിച്ചിട്ടുണ്ടോ? ആകെ ഒരു പ്രാവശ്യം ഈ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഞാൻ എൻ്റെ ഒരു ഓൺകോളജിസ്റ്റ് ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഡോക്ടർ സൈജു എന്ന ക്യാരക്ടറിന്റെ പേര്. അതിൻ്റെ അകത്ത് മാത്രം ഞാനൊരു ഒറിജിനൽ ഓൺകോളജിസ്റ്റിനെ അദ്ദേഹത്തിനെ പോയി കാണുകയും, എന്തിനാണ് ഞാൻ പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു ഓൺകോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ഞാൻ അതായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പം അൽത്താഫിനോട് ഞാൻ പറഞ്ഞ് ഒന്ന് അപ്പോയിൻമെന്റ് ഒന്ന് എടുത്തുതരാം. പുള്ളിക്ക് അൽത്താഫിന് പരിചയം ഉണ്ടായിരുന്നായിരുന്നു. ഞാൻ പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന സ്റ്റൈലും ഒക്കെ എനിക്കൊരു ഡോക്ടേഴ്സിന് സാധാരണ സിനിമയിൽ നമ്മളിപ്പം ഒരു അസുഖം വരുമ്പോഴാണല്ലോ ഡോക്ടേഴ്സിന്റെ ഒക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ബോഡി ലാംഗ്വേജ് ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ സിനിമ കണ്ടിരിക്കുന്ന ഡോക്ടേഴ്സാണ്. അപ്പൊ ഒരു ടേബിള് കാണും, സ്റ്റെതസ്കോപ്പ് കാണും, ഇവിടെ മറ്റേ BP നോക്കുന്ന മെഷീൻ കാണും അല്ലേ. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് മറ്റേ ക്യാരക്ടേഴ്സ് അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കാണാം. കൂടുതലും സജഷൻ ഷോട്ട്സ് ആയിരിക്കും. ചിലപ്പോൾ ഒരു വൈഡ് ഇടയ്ക്ക് വരുമായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ബോഡി ലാംഗ്വേജ് ഇതേ അറിയുള്ളൂ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടത്, ഇപ്പൊ നമ്മൾ നോർമൽ ആൾക്കാർ സംസാരിക്കുന്ന പോലെ ഇപ്പൊ ഇങ്ങനെ കറങ്ങുന്ന കസേരയല്ലേ ഇരിക്കുന്നത്. പുള്ളിത് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെയാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ
അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്യുമല്ലേ, അവർ വീട്ടിൽ ചെയ്യുമായിരിക്കും, പക്ഷേ ഇങ്ങനെ ഈ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യും എന്നുള്ളത് എനിക്ക്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തായിരുന്നു. അത് മാത്രമാണ് ഈ 150 അല്ലെങ്കിൽ 155 പടങ്ങളിൽ ഞാൻ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയത് ആൻഡ്രോയിഡ് പ്രോസ്തറ്റിക് വയറും കൂടി, പ്രോസ്തറ്റിക് വയറല്ലേ അതെനിക്ക് പ്രോസ്തറ്റിക് അല്ലായിരുന്നു. ലാംഗ്വേജ്, ആ ടോണും എനിക്കത് ഭയങ്കര പരിപാടി കൊള്ളാലോ എന്ന് തോന്നി. അയ്യോ, അത് ഞാൻ പെട്ടുപോയതല്ലേ. രതീഷ്, എൻ്റെ റൈറ്റർ ഡയറക്ടർ രതീഷ് എന്നോട് ഇത് പയ്യന്നൂർ സ്ലാങ് പിടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ഡയലോഗ്സിൽ ഞാൻ ആടയിടുന്നൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഈ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചായിരിക്കും. അവിടെ ഇവിടെ എന്നുള്ളതിന് ആടയിടുന്നുള്ള അവിടെ പറയുന്നത് പയ്യന്നൂർ സ്ലാങ്ങിൽ. അപ്പം അങ്ങനെ വിചാരിച്ച് ഞാൻ, അപ്പം എനിക്കറിയില്ല അവിടേക്ക് ആടെന്നാണ് പറയണതെന്ന്. അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പം സുധീഷ് ഗോപിനാഥ് എന്ന് പറഞ്ഞ മദനോത്സവത്തിന്റെ ഡയറക്ടർ. അപ്പം സുധീഷിനെ മെസ്സേജ് ചെയ്തു, നാളത്തെ സീനൊന്ന് എനിക്ക് അയച്ചു തരാം. അപ്പോൾ പുള്ളി സീൻ അയച്ചു തന്നു. എന്നിട്ട് പുള്ളി അതിൻ്റെ കൂടെ ഒരു വോയിസ് മെസ്സേജും, ചേട്ടാ പയ്യന്നൂർ സ്ലാങ്ങാണ് കേട്ടോ നമുക്ക് പിടിക്കേണ്ടത്. ഞാൻ ഞെട്ടി. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ കണ്ണൂർ ഇറങ്ങിയിട്ട് ഞാൻ വണ്ടിയിലെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, രതീഷ് അത് പറഞ്ഞില്ലല്ലോ. ഇവിടെ എല്ലാവരും അതാ പിടിക്കുന്നത്. ഞാനൊക്കെ പാനിക്കായി. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വോയിസ്, എൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഒരു വോയിസ് ഇങ്ങ് അയച്ച് പയ്യന്നൂർ സ്ലാങ്ങിൽ. സുധീഷ് അത് അയച്ച്, എനിക്കിത് പറയാൻ പറ്റണോ? ഞാൻ പറഞ്ഞു, സുധീഷ് എനിക്ക് പറയാൻ പറ്റില്ല, അത് രതീഷിനോട് പറഞ്ഞേക്ക്, ഞാൻ തിരിച്ചു പോകുന്നു. അപ്പം പറഞ്ഞ്, ഇല്ലല്ല ചേട്ടാ, നമുക്ക് നോക്കാം. ഞാൻ രാത്രിയിൽ എത്തിയിരിക്കുന്നത്, ഞാൻ പോവാന്ന് പറഞ്ഞത്. അപ്പം അന്ന് തന്നെ വിടാനൊന്നും അല്ല. പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിൽ എത്തുന്നു. അപ്പം ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് എനിക്ക് ഡയലോഗില്ല. ഞാൻ ഈ റോബോയെ കണ്ടിട്ട് എൻ്റെ സഞ്ചിന്ന് തേങ്ങ താഴത്ത് വീഴുന്നതാണ്. ഞാനിങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് വൺ ടേക്ക് തന്നെ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് എനിക്ക് ഡയലോഗ് ഉള്ളത്. അപ്പം ഞാൻ രതീഷിനെ ചെന്ന് പറഞ്ഞ്, രതീഷ് എന്നെ കൊണ്ട് ഈ പരിപാടി വർക്കൗട്ട് ആവില്ല, ഒന്നത് സിങ് സൗണ്ടുമാണ്, പ്രോംപ്റ്റിങ് നടക്കില്ല. അപ്പോൾ പറഞ്ഞ്, അളിയനൊരു കാര്യം ചെയ്യേ, പയ്യന്നൂർ സ്ലാങ്ങിൽ നിന്ന് പറഞ്ഞു നോക്ക്, അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് നോർമലാക്കാം, ടെൻഷൻ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞ ഓക്കെ. അപ്പം ഓക്കെ, അങ്ങനെ ഒരു 4-5 ലൈനാണ്. ഞാൻ സൗബിൻ റഷ്യയിലാണ്, സൗബിനെ വിളിച്ച് ഞാൻ സംസാരിക്കുന്നതാണ്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, എൻ്റെ ഗതികേടിന് അത് കറക്റ്റായി വൺ ടേക്ക് ഓക്കെ ആയി. പയ്യന്നൂർ സ്ലാങ് പിന്നെ അത് പിടിച്ചേ പറ്റുള്ളൂ. പിന്നെ അത് പിടിച്ച്, എനിക്ക് എല്ലാ ദിവസവും രാത്രി ടെൻഷനാണ്. പിറ്റേ ദിവസം ബോർഡ് എക്സാമിന് എഴുതാൻ പോകുന്ന പോലെയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പിൽ ഞാൻ കഷ്ടപ്പെട്ടത്. എല്ലാ ദിവസവും ടെൻഷനാണ്. എനിക്ക് കോളൊക്കെ വന്നാലേ ഞാൻ എന്തൊക്കെയോ പറയുകയാണ് ആൾക്കാർ. ഇവർ ചോദിക്കുന്നതല്ല വെച്ചാൽ എൻ്റെ മൈൻഡ് മൊത്തം ഡൈവേർട്ടഡാണ്. നാളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ അറ്റ് ലാസ്റ്റ്, അപ്പം ഓഡിയൻസിന് അറിയില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ബട്ട് അറ്റ് ലാസ്റ്റ് അത് രസമായിട്ട് വന്നു. അതിൻ്റെ അകത്ത് പിന്നെ അത് കുറച്ചുകൂടെ എൻ്റെ അപ്പിയറൻസിൽ ഇപ്പോൾ ഇത് പ്രോസ്തറ്റിക് അല്ലായിരുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഉള്ളിൽ ബനിയൻ ഇടുമല്ലോ നമ്മൾ, ആ ബനിയനിലൊരു എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കോട്ടൺ നിറച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഇത് നമ്മള് ഷോർട്ട് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ വയ്ക്കുമല്ലോ, ഇത് ഫ്ലാറ്റ് ആവും. പിന്നെ ഇത് ഷോർട്ടിന്റെ മുമ്പ് ഇതിങ്ങനെ ഒതുക്കി ഇങ്ങനെ വയറുണ്ടാക്കണം. പിന്നെ എൻ്റെ ലോവർ ജോയിൽ ഒരു ക്ലിപ്പ് വന്നിരുന്നു, റോണെക്സ്. അപ്പൊ ഇതിങ്ങനെ കുറച്ചിങ്ങനെ മുമ്പോട്ടിരിക്കും. അപ്പൊ എന്റെ ചിരിയിലൊക്കെ അത് ഇങ്ങനത്തെ ഒരു ചിരിയാണ്. അപ്പൊ അത് ഇറ്റ് ആഡഡ് ടു ദ ക്യാരക്ടർ. അപ്പൊ ഈ ക്ലിപ്പ് വെച്ചുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, നമുക്ക് ഈ നമ്മുടെ വായിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സലൈവ കൂടുതൽ വരും നമുക്ക്. അപ്പൊ ഇതിന്റെയും പ്രശ്നമുണ്ട്. അതിനിടയ്ക്ക് പയ്യന്നൂർ സ്ലാങ്ങും പ്രോംപ്റ്റിങ്ങും ഇല്ല. അങ്ങനെ ഇത് മൊത്തത്തില്. പക്ഷെ എനിക്ക് വനിതാ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനം. ഇപ്പൊ വൈലിറങ്ങിയപ്പോ അന്ന് സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ട് ഒരുപാട് റൈറ്റപ്പുകളും ചർച്ചകളും ഒക്കെ ഉണ്ടായ ഒരു സമയമുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഓരോ സിനിമകളിലും ഈ എന്തെങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ, അത് വളരെ പ്രശംസനീയമാണ്. കാരണം അപ്പുറത്തെ പാത്ത് നമുക്ക് ഈസിലി ചൂസ് ചെയ്യാമല്ലോ. അതല്ലാതെ ശ്രമിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത്, അതൊരു നല്ല ക്വാളിറ്റി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ലെർക്ക് ആ വിധത്തിൽ ശ്രദ്ധിക്കപ്പെടട്ടെ. 3 പേരുടെയും ഫിൽമോഗ്രഫിയിൽ ഇതൊരു വലിയ ആഡ് ഓൺ ആവട്ടെ, വാല്യൂഡേഷൻ ആവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.